പശ്ചിമേഷ്യയിൽ നിന്നാണ്. പശ്ചിമേഷ്യയിൽ നിന്നും ഏറ്റവും പുതിയ വിവരങ്ങളായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് രണ്ട് സുപ്രധാനമായ കാര്യങ്ങളാണ്. അതിൽ ഒന്ന്, വളരെ പ്രധാനപ്പെട്ട കാര്യം, അറബ് ലീഗ് അഥവാ അറേബ്യൻ രാജ്യങ്ങൾ ഇപ്പോൾ ഒരു ആവശ്യം ഹമാസിന് മുന്നിൽ മുമ്പോട്ട് വെച്ചിരിക്കുകയാണ്. ആ ആവശ്യം ഇങ്ങനെയാണ്: ഹമാസ് ഗസയുടെ അധികാരമൊഴിഞ്ഞ് അവിടെ നിന്നും അവരുടെ സായുധ പോരാട്ടങ്ങൾ അവസാനിപ്പിക്കണമെന്നുള്ള ആവശ്യമാണ് അറബ് ലീഗ് മുമ്പോട്ട് വെച്ചത്. അഥവാ ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും ആവശ്യം എന്നുള്ളത് പ്രധാനമായിട്ടും ഗസയിൽ നിന്നും ഇസ്രായേൽ ആക്രമണങ്ങൾ അവസാനിപ്പിക്കണമെങ്കിൽ അവിടെ ഹമാസ് എന്നുള്ള പ്രസ്ഥാനവും അവരുടെ ആശയവും ഇല്ലാതാകണമെന്നുള്ള ഒരാവശ്യമാണ്. ഈ ആവശ്യം അവർ കൃത്യമായിട്ട് അറബ് ലീഗിനെ അഥവാ അറേബ്യൻ രാജ്യങ്ങളെ അറിയിക്കുകയും അറേബ്യൻ രാജ്യങ്ങൾ അത്തരം ഒരു ആവശ്യം കൃത്യമായിട്ട് ഹമാസിന് മുമ്പിൽ ഉപാധികളായി, അഥവാ അവിടെ ഗസയിൽ ഒരു സമാധാന ഉടമ്പടി ഉണ്ടാകാൻ, സമാധാനമായ കാര്യങ്ങൾ സംഭവിക്കാൻ ഇത്തരം ഒരു കാര്യം നടക്കണമെന്നുള്ള ആവശ്യം മുമ്പോട്ട് വെച്ചു. എന്നാൽ ഹമാസ് ഇക്കാര്യം തള്ളിക്കളഞ്ഞിട്ടുണ്ട്. തങ്ങളെ ഗസയിൽ നിന്നും പുറത്താക്കാനുള്ള ശ്രമങ്ങൾ വിലപ്പോവില്ലെന്നും ഈ ഒരു സമര പോരാട്ടത്തിൽ നിന്നും പിന്മാറില്ല എന്നുമാണ് ഹമാസ് വ്യക്തമാക്കുന്നത്. മറ്റൊരു കാര്യം എന്നുള്ളത് ലബനനുമായി ബന്ധപ്പെട്ടാണ്. ലബനനിലെ ചെറുത്തുനിൽപ്പ് പ്രസ്ഥാനമായ കഴിഞ്ഞ കാൽനൂറ്റാണ്ടുകളിലധികമായിട്ട് ഇസ്രായേലിനെതിരെ ചെറുത്തുനിൽപ്പുകൾ നടത്തുന്ന ഹിസ്ബുള്ളയെ നിരായുധീകരിക്കണമെന്നുള്ള ആവശ്യമാണ് അമേരിക്ക ലബനന് മുമ്പിൽ വെച്ചിട്ടുള്ളത്. അഥവാ ലബനനിലെ ഔദ്യോഗിക സർക്കാർ സംവിധാനം കൃത്യമായിട്ട് ഹിസ്ബുള്ളയോട് ആയുധങ്ങൾ അവിടുത്തെ സൈന്യത്തിന് നൽകണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. എന്നാൽ ഹിസ്ബുള്ള ഈ ആവശ്യത്തെ നിരാകരിക്കുകയാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. അഥവാ ഇവിടെ രണ്ട് കാര്യങ്ങൾ വളരെ വ്യക്തമായി സംഭവിച്ചിരിക്കുന്നു. ഇസ്രായേലിന് ഭീഷണിയാവുന്ന, അവരെ കഴിഞ്ഞ കാൽനൂറ്റാണ്ടുകളിലധികമായി ചെറുത്തു നിൽക്കുന്ന, ഇസ്രായേലിനെതിരെ ചെറുത്തുനിൽപ്പുകൾ സംഘടിപ്പിക്കുന്ന രണ്ട് പ്രതിരോധ പ്രസ്ഥാനങ്ങളെ അവിടെ നിന്നും ഇല്ലാതാക്കാനുള്ള ഒരു ആഹ്വാനമാണ്, അല്ലെങ്കിൽ അവിടെ നിന്നും പുറന്തള്ളാനുള്ള ഒരു ശ്രമങ്ങളാണ് ഇസ്രായേലും അമേരിക്കയും ചേർന്ന് തയ്യാറാക്കിയ പദ്ധതി എന്നുള്ളത്. പക്ഷേ ഇവിടെ രണ്ട് പ്രതിരോധ പ്രസ്ഥാനങ്ങളും ഈ കാര്യം നടപ്പില്ല എന്ന് ഒന്നും കൂടി വ്യക്തമാക്കിയിരിക്കുകയാണ്. എന്നാൽ ഈ അറേബ്യൻ രാജ്യങ്ങൾ അറബ് ലീഗുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവർക്ക് കൃത്യമായിട്ട് ഈ രണ്ട് സംഘടനകളും ഇസ്രായേലുമായിട്ടുള്ള സംഘർഷങ്ങൾ അവസാനിപ്പിക്കണമെന്നും അവരുടെ നിരായുധീകരണം നടക്കണമെന്നുമുള്ള ഒരു നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. പക്ഷേ കഴിഞ്ഞ കാല ചരിത്രം പരിശോധിക്കുമ്പോൾ ഇസ്രായേലുമായിട്ടുള്ള ഏതെങ്കിലും രീതിയിലുള്ള അനുരഞ്ജനങ്ങളും സമാധാന ഉടമ്പടികളും ഉണ്ടാക്കിയ ആളുകളെ പിന്നീട് ഇസ്രായേൽ ചതിച്ച ചരിത്രമാണ് ഉള്ളത്. ഇത് മനസ്സിലാക്കിയത് കൊണ്ടാകാം ഈ രണ്ട് സംഘടനകളും ഈ ആവശ്യങ്ങളിൽ നിന്നും പിന്നോട്ട് പോയിരിക്കുന്നത്, അഥവാ ഈ ആവശ്യങ്ങൾക്ക് വഴങ്ങാതിരിക്കുന്നത്. ഹമാസ് പറയുന്ന കാര്യം വളരെ കൃത്യമാണ്. അഥവാ ഗസയിലെ ജനത പിന്തുണക്കുന്ന, ജനകീയമായ അധികാരമുള്ള, ജനകീയമായ പ്രാതിനിധ്യമുള്ള, അഥവാ അവിടെ ഒരു UN മേൽനോട്ടത്തിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ പോലും വിജയിച്ചിട്ടുള്ള കക്ഷിയാണ് ഹമാസ് എന്നുള്ളത്. അവിടുത്തെ ഭൂരിഭാഗം ജനതയും ഗസയിൽ ഇത്രയും ഇസ്രായേൽ ക്രൂരതകൾ അരങ്ങേറിയിട്ടും പട്ടിണിക്കിട്ട് ആളുകളെ കൊലപ്പെടുത്തിയിട്ടും പക്ഷേ ഒരിക്കൽ പോലും അവിടുത്തെ ജനത ഹമാസിന് തള്ളിപ്പറയാൻ തയ്യാറായിട്ടില്ല. അഥവാ ഗസയിലുള്ള ഭൂരിഭാഗവും ഇസ്ലാമിക ധാരയിൽ സുന്നി വിശ്വാസം പിൻപറ്റി പോകുന്ന വിഭാഗങ്ങളാണ്. അതുകൊണ്ട് തന്നെ സുന്നി സംഘടനയായ ഹമാസിനെ അവിടുത്തെ ഭൂരിഭാഗം ജനതയും അംഗീകരിച്ചു എന്നാണ് ഇത് വ്യക്തമാക്കുന്നുള്ളത്. മറുഭാഗത്ത് ലബനനിലെ, തെക്കൻ ലബനനിലെ ഷിയ കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഷിയ വിശ്വാസധാരയുടെ പിൻപറ്റിയാണ് ഹിസ്ബുള്ള എന്നുള്ള സംഘടന ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ലബനനിലെ വലിയൊരു ജനവിഭാഗവും ഹിസ്ബുള്ളയെ പിന്തുണക്കുന്നുണ്ട്. ലബനനിലെ നിലവിലുള്ള സർക്കാർ സംവിധാനങ്ങൾക്ക് കീഴിൽ, സർക്കാരിന് കീഴിൽ അവിടുത്തെ പാർലമെന്റിൽ പോലും ഹിസ്ബുള്ളയ്ക്ക് അംഗങ്ങളുണ്ട് എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. അതുകൊണ്ട് തന്നെ അവിടുത്തെയും ജനകീയമായ ഒരു അടിത്തറയുള്ള സംഘടന തന്നെയാണ് ഹിസ്ബുള്ള എന്നുള്ളത്. പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് ലബനനിലെ ഭൂരിഭാഗം ജനതയും ഈ ഹിസ്ബുള്ളയുടെ നിരായുധീകരണത്തെ പിന്തുണക്കുന്നില്ല എന്നതാണ്. ഹിസ്ബുള്ളയുടെ മേധാവി തന്നെ, അവരുടെ സെക്രട്ടറി ജനറൽ തന്നെ വ്യക്തമാക്കുന്നുള്ളത് കൃത്യമാണ് കാര്യങ്ങൾ. കാരണം ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത് ഇസ്രായേൽ അധിനിവേശം ലബനനിൽ ഉണ്ടായതിനു ശേഷമാണ്.
അഥവാ ലെബനൻ എന്നുള്ള രാജ്യം ഇസ്രായേൽ അധിനിവേശം നടത്തുകയും അവിടുത്തെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളെ ഇസ്രായേൽ കയ്യേറുകയും ചെയ്ത സമയത്താണ് ഞങ്ങൾ ഈ പ്രതിരോധ പ്രസ്ഥാനങ്ങൾ തുടങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിലവിൽ ആ സാഹചര്യങ്ങൾക്ക് മാറ്റമുണ്ടായിട്ടില്ല. 1980-കളിൽ ഇസ്രായേൽ ലെബനനിൽ കയ്യേറ്റം നടത്തുകയും ആ കയ്യേറ്റ ഭൂമി തിരിച്ചു പിടിക്കാനാണ് തെക്കൻ ലെബനനിൽ ഇത്തരമൊരു പ്രതിരോധ പ്രസ്ഥാനം എന്നുള്ള നിലക്ക് ഹിസ്ബുള്ള ഉടലെടുക്കുന്നത്. അതുകൂടാതെ തന്നെ പിന്നീട് നടന്ന പോരാട്ടങ്ങൾക്കൊടുവിൽ ചില പ്രദേശങ്ങളിൽ നിന്നും ഇസ്രായേലിനെ ആട്ടിയകറ്റാൻ ഹിസ്ബുള്ളക്ക് കഴിഞ്ഞിട്ടുണ്ട്. അഥവാ പല രാജ്യങ്ങളിലുള്ള സ്ഥലങ്ങൾ ഇസ്രായേൽ കയ്യേറിയിട്ടുണ്ടെങ്കിലും ഫലസ്തീൻ പോലെ, അതുപോലെ തന്നെ സിറിയ പോലെ, അല്ലെങ്കിൽ സിറിയയിലെ ഗൊലാൻ കുന്ന് പോലെ, ഈജിപ്തിന്റെ പ്രദേശങ്ങൾ പോലെ പല രാജ്യങ്ങളുള്ള പ്രദേശങ്ങളും ഇസ്രായേൽ കയ്യേറിയിട്ടുണ്ടെങ്കിൽ പോലും അത് തിരിച്ചു പിടിക്കാൻ ആ രാജ്യങ്ങൾക്കൊന്നും സാധിച്ചിട്ടില്ല. ഇത്തരം ഒരു ചരിത്രം അവിടെ നിലനിൽക്കുമ്പോഴാണ് ഹിസ്ബുള്ള എന്നുള്ള സംഘടന അവരുടെ പോരാട്ട വീര്യത്വം കൊണ്ട് ഇത്തരം അവരുടെ കയ്യേറിയ പ്രദേശങ്ങൾ, ലെബനനിൽ ഇസ്രായേൽ കയ്യേറിയ പ്രദേശങ്ങൾ സായുധ പോരാട്ടത്തിലൂടെ തിരിച്ചു പിടിച്ചത്. പിന്നീട് നടന്ന ചരിത്രമാണ് ഹസൻ നസ്രുള്ള എന്ന വ്യക്തിയെയും അദ്ദേഹം 25 വർഷത്തോളമാണ് ഹിസ്ബുള്ളയെ നയിച്ചത്. കഴിഞ്ഞ യുദ്ധത്തിനിടയ്ക്ക് ഇസ്രായേലിന് ഹസൻ നസ്രുള്ളയെ വധിക്കാൻ കഴിഞ്ഞെങ്കിലും അതിനുശേഷവും ഹിസ്ബുള്ള അവിടെ നിലനിൽക്കുന്നുവെന്നാണ് വ്യക്തമാക്കുന്നത്. അഥവാ തങ്ങൾ നിരായുധീകരണത്തിന് തയ്യാറല്ല എന്നും അധിനിവേശം ഇസ്രായേൽ അവസാനിപ്പിക്കണമെന്നും ലെബനനെ ഇസ്രായേലിൽ തന്നെ കൂട്ടിച്ചേർക്കാനുള്ള ശ്രമങ്ങളെ ചെറുത്തു തോൽപ്പിക്കുമെന്നും അവർ വ്യക്തമാക്കുന്നുണ്ട്. അഥവാ നിലവിലുള്ള സാഹചര്യത്തിൽ ലെബനൻ എന്നുള്ള രാജ്യത്തെ തന്നെ ഇസ്രായേലിന് കീഴിൽ കൊണ്ടുവരാനുള്ള ശ്രമങ്ങളും നടക്കുന്നുണ്ട് എന്നാണ് ഇത് ബോധ്യപ്പെടുത്തുന്നത്. മറുഭാഗത്ത് ഹമാസിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 2 വർഷത്തോളമായി ഇസ്രായേലുമായിട്ട് അവർ യുദ്ധത്തിലാണ്. അഥവാ ഇസ്രായേലിനെതിരെ അവർ ചെറുത്തുനിൽപ്പുകൾ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ആദ്യഘട്ടത്തിൽ ലോകം മനസ്സിലാക്കിയത് ഹമാസിനെ പോലെയുള്ള ചെറിയൊരു സംഘടന കേവലം കിലോമീറ്ററുകൾക്കുള്ളിൽ മാത്രം പ്രവർത്തിക്കേണ്ട, അത്യാധുനിക ആയുധങ്ങളോ സജ്ജീകരണങ്ങളോ ഇല്ലാത്ത ഒരു സംഘടന ലോകത്തിലെ ഏറ്റവും വലിയ വൻശക്തിയായ ഇസ്രായേൽ പോലെ ഒരു സൈനിക ശക്തിയെ നേരിടാൻ കഴിയില്ലെന്ന വിശ്വാസമായിരുന്നു. പക്ഷേ അത് തെറ്റാണെന്ന് തെളിയിക്കുന്നതാണ് പിന്നീട് നടന്ന ചരിത്രം. 2 വർഷത്തോളം ഇസ്രായേലിനെ യുദ്ധത്തിൽ തളച്ചിടാൻ ഹമാസിന് സാധിക്കുകയും ഇസ്രായേലിന്റെ വിരുദ്ധമായ ലോകവികാരം ഇവിടെ ഉണ്ടാവുകയും ചെയ്തു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഇന്ന് ലോകത്തിലെ ഭൂരിഭാഗം രാജ്യങ്ങളും ഇസ്രായേൽ അധിനിവേശത്തെ എതിർക്കുകയും ഫലസ്തീൻ സ്വതന്ത്ര പോരാട്ടത്തെ പിന്തുണക്കുകയും സ്വതന്ത്ര ഫലസ്തീൻ വേണമെന്നുള്ള ആവശ്യം ബലപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. അഥവാ 2023 ഒക്ടോബറിൽ ഹമാസ് തുടങ്ങി വെച്ച തൂഫാൻ അക്സയുടെ ബാക്കി പത്രമായിട്ടാണ് ഇപ്പോൾ ഈ കാര്യങ്ങൾ സംഭവിച്ചിരിക്കുന്നത്. ഈ തൂഫാൻ അക്സക്ക് തുടക്കം കുറിക്കുകയും ഇസ്രായേലിനെതിരെയുള്ള ഇസ്രായേലിന്റെ ഇന്റലിജൻസ് സംവിധാനങ്ങളെയും അവരുടെ സൈനിക പരാജയങ്ങളെയും കൃത്യമായിട്ട് ലോകത്തിന് മുമ്പിൽ കാണിച്ചു കൊടുത്തുകൊണ്ട് കഴിഞ്ഞ 2 വർഷത്തോളമായി ഗസയെ ക്രൂരതയിൽ നടമാടിയിരിക്കുമ്പോൾ പോലും ഹമാസ് അവിടെ ബാക്കിയുണ്ട് എന്നതാണ് ഒരു യാഥാർത്ഥ്യം. ഏതായാലും ഈ ഒരു സാഹചര്യത്തിൽ നിലവിലുള്ള സംഭവ വികാസങ്ങളുടെ പശ്ചാത്തലത്തിൽ അറബ് ലീഗിന്റെയും മറ്റ് അറേബ്യൻ രാജ്യങ്ങളുടെയും അതുപോലെ തന്നെ ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും തന്ത്രങ്ങൾക്ക് മുമ്പിൽ തങ്ങൾ വഴങ്ങില്ല എന്നാണ് പശ്ചിമേഷ്യയിലെ 2 പ്രതിരോധ പ്രസ്ഥാനങ്ങളും വ്യക്തമാക്കുന്ന കാര്യം. മറ്റൊരു കാര്യം എന്നുള്ളത്, ഈ വെസ്റ്റ് ബാങ്കുമായി നേരത്തെ യാസർ അറഫാത്തുമായി ഓസ്ലോ കരാർ അടക്കമുള്ള കാര്യങ്ങൾ സംഭവിച്ചിട്ടുള്ള പശ്ചാത്തലത്തിൽ പിന്നീട് വെസ്റ്റ് ബാങ്കിനെ അടക്കം കയ്യേറിക്കൊണ്ടുള്ള അധിനിവേശമാണ് ഇസ്രായേൽ നടത്തിയിരിക്കുന്നത്. അത് പിന്നീട് വെസ്റ്റ് ബാങ്ക് എന്നുള്ള സ്വതന്ത്ര പ്രദേശം ഇല്ലാതാകുകയും അവിടുത്തെ മുഴുവൻ കേന്ദ്രങ്ങളും കയ്യേറുകയും അധിനിവേശം നടത്തുകയും ചെയ്തിട്ടുണ്ട് എന്നതാണ് ഒരു യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ ഇസ്രായേൽ ഒരുക്കുന്ന കുതന്ത്രങ്ങളിൽ തങ്ങൾ വീഴരുത് എന്നുള്ള കൃത്യമായിട്ടുള്ള നിലപാടും ധാരണയും ഈ 2 പ്രസ്ഥാനങ്ങൾക്കുമുണ്ട് എന്നാണ് ഈ അറബ് ലീഗ് രാജ്യങ്ങളുടെയും അതുപോലെ തന്നെ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ആവശ്യങ്ങൾക്ക് വഴങ്ങില്ല എന്ന് 2 പ്രസ്ഥാനങ്ങളും വ്യക്തമാക്കിയത് കൊണ്ടുള്ള കൃത്യമായിട്ടുള്ള ഉദ്ദേശം എന്നുള്ളത്.